ന്യൂസ് 16 കേരള. ഇശലിന്റെ പുതുമുഖങ്ങളെ കണ്ടെത്താൻ മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഗ്രാൻഡ് ഫിനാലെ. 3 മാസങ്ങൾക്ക് മുമ്പ് പ്രയാണം തുടങ്ങിയ കസവ് കലാവേദിയുടെ മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയ്ക്ക് ബത്തഹടി പാലസ് ഓഡിറ്റോറിയത്തിൽ പരിസമാപ്തി. അവസാന റൗണ്ടിൽ ജൂനിയർ വിഭാഗത്തിൽ നിന്ന് 5ഉം സീനിയർ വിഭാഗത്തിൽ നിന്ന് 6ഉം മത്സരാർത്ഥികളാണ് മത്സരത്തിലുണ്ടായിരുന്നത്. ജൂനിയർ വിഭാഗത്തിൽ നിന്ന് 1-ാം സ്ഥാനം ഹനീഖ് ഹംദാൻ മോങ്ങം നേടിയപ്പോൾ 2-ാം സ്ഥാനം മുഹമ്മദ് ഈശാൻ നേടി. 3-ാം സ്ഥാനം അമീന ഫാത്തിമ പത്തനംതിട്ടയും നേടി. സീനിയർ വിഭാഗത്തിൽ ഫിദ ഫാത്തിമ കോട്ടയം 1-ാം സ്ഥാനം നേടി. 2-ാം സ്ഥാനം പവിത്രൻ കണ്ണൂരും 3-ാം സ്ഥാനം ഓസിൻ പാണ്ടികശാലയും നേടി. മത്സരവിധികർത്താക്കളായി എത്തിയത് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകരായ യൂസഫ് കാരക്കാട്, ബെൻസീറ റഷീദ്, ഹിബ അബ്ദുൽ സലാം എന്നിവരാണ്. തെങ്ങി നിറഞ്ഞ സദസ്സിൽ ഹർഷാരവത്തോടെയാണ് ഓരോ മത്സരാർത്ഥിയെയും കാണികൾ സ്വീകരിച്ചത്. നേരത്തെ നടന്ന ഉദ്ഘാടന പൊതുയോഗം കസവ് കലാവേദി പ്രസിഡന്റ് സലീം ചാലിയം അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി മനാഫ് മണ്ണൂർ സ്വാഗതം പറഞ്ഞു. CP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. നസ്രുദ്ദീൻ VJ, സാറ ഫഹദ് അൽ കഹദാനി, ബഷീർ വള്ളിക്കുന്ന്, BM കാർഗോ, അഫ്സൽ കണ്ണൂർ, എയർലിങ്ക് കാർഗോ, ബഷീർ K സൈനുദ്ദീൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സമാപന ചടങ്ങിൽ അനസ് കണ്ണൂർ, നിഷാദ് തളിപ്പറമ്പ്, നൌഫൽ വടകര, പാത്തു നിസാം, ദിൽഷാദ് കൊല്ലം, ബാബു മോങ്ങം, സിനാൻ ബാബു എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. നിസാം കായംകുളം, ബാബു മോങ്ങം, ബനൂജ് പൂക്കോട്ടുംപാടം, കുഞ്ഞോയി കോടമ്പുഴ, ജാഫർ സാദിഖ് പുത്തൂർ മഠം, ജിംഷാദ്, നൂറുദ്ദീൻ കല്ലേരി, ഫൈസൽ ബാബു, ഹാസിഫ് കളത്തിൽ, സക്കീർ താഴേക്കോട്, ഷംസുദ്ദീൻ കല്ലമ്പാറ, റാഫി ബേപ്പൂർ, നിസാർ കുരിക്കൾ, ഉമ്മർ അമാനത്ത്, അഷ്റഫ് കല്ലേരി എന്നിവർ നേതൃത്വം നൽകി. ട്രഷറർ അഷ്റഫ് കൊട്ടാരം നന്ദി പറഞ്ഞു. പ്രോഗ്രാം കോർഡിനേറ്റർ അമീർ ഷാ പാലത്തിങ്ങൽ, DR ഹസ്ന അബ്ദുസലാം എന്നിവർ അവതാരകരായിരുന്നു. ക്യാമറമാൻ ബനൂജ് പൂക്കോട്ടുംപാടത്തിനൊപ്പം റിപ്പോർട്ട് മജീദ് KP 16 ന്യൂസ് 16 റിയാദ്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.